നമസ്കാരം, എല്ലാവർക്കും ഡൊമിസൈൽ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 1-ൻ്റെ 4ാമത്തെ മൊഡ്യൂളിലെ അടുത്ത ഭാഗം പാർട്ട് 6 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ട്രാഫിക് എഞ്ചിനീയറിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമ്മളെപ്പോഴും കൂടുതലും നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ട്രാഫിക് ബ്ലോക്ക് അല്ലെങ്കിൽ ട്രാഫിക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അതുപോലെ ട്രാഫിക് സിഗ്നൽ, പിന്നെ ട്രാഫിക് ഐലൻഡ്, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പലരും നേരിട്ട് പലരും എന്നല്ല, നിങ്ങളുടെ ഏജിലുള്ളവരും എല്ലാവരും നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ശരിക്ക് ട്രാഫിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ബ്രാഞ്ചാണ് ട്രാഫിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അത് ട്രാഫിക് ഫ്ലോ, റോഡിലുള്ള ട്രാഫിക് ഫ്ലോയിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് ഈ ഒരു ട്രാഫിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ബ്രാഞ്ച് വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, ട്രാഫിക് എഞ്ചിനീയറിംഗ് ഈസ് ദ ബ്രാഞ്ച് വിച്ച് ഡീൽസ് വിത്ത് സയൻസ് ഓഫ് മെഷറിംഗ് ട്രാഫിക്, ഡിസൈനിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു അച്ചീവ് സേഫ് ആൻഡ് എഫിഷ്യൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് പേഴ്സൺ ആസ് വെൽ ആസ് ഗുഡ്സ്. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മനുഷ്യനോ അല്ലെങ്കിൽ സാധന സാമഗ്രികളോ എത്തിക്കണം. അതിന് നമുക്ക് സേഫായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മാർഗം വേണം. അങ്ങനെ നമ്മളൊരു മാർഗം പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ തിക്കുതിരക്കുകളില്ലാതെ എഫിഷ്യൻ്റായിട്ട് സേഫായിട്ട് ബ്ലോക്കിലൊന്നും പെടാതെ കറക്റ്റ് ടൈമിന് എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മനുഷ്യനെയോ അല്ലെങ്കിൽ സാധനങ്ങളെയോ എത്തിക്കാനാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ പല മാർഗ്ഗങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ട്രാഫിക് എഞ്ചിനീയറിംഗ് ഈസ് ദ ബ്രാഞ്ച് വിച്ച് ഡീൽസ് വിത്ത് ദ സയൻസ് ഓഫ് മെഷറിംഗ് ട്രാഫിക്, ഡിസൈനിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു അച്ചീവ് സേഫ് ആൻഡ് എഫിഷ്യൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് പേഴ്സൺ ആസ് വെൽ ആസ് ഗുഡ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്തത് സ്കോപ്പ് ഓഫ് ട്രാഫിക് എഞ്ചിനീയറിംഗ്. ട്രാഫിക് എഞ്ചിനീയറിങ്ങിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ ട്രാഫിക് സ്റ്റഡീസ് നടത്തിയിട്ട് അതിനെ അനലൈസ് ചെയ്യാം. അതുപോലെ ട്രാഫിക് ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യാം. പ്ലാനിംഗ് ആൻഡ് അനാലിസിസ്, ജിയോമെട്രിക് ഡിസൈൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. അടുത്തത് ട്രാഫിക് സിസ്റ്റം കമ്പോണൻസ്. എന്തൊക്കെയാണ് ട്രാഫിക് സിസ്റ്റം കമ്പോണൻസ് എന്ന് നോക്കാം. ആദ്യമായിട്ട് റോഡ് യൂസേഴ്സ്. സത്യത്തിൽ റോഡ് യൂസ് ചെയ്യുന്ന ആരൊക്കെയാണോ അതാണ് മെയിനായിട്ട് ട്രാഫിക് സിസ്റ്റത്തിൻ്റെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. പിന്നെ വെഹിക്കിൾസ്. ഓക്കെ, റോഡ് യൂസേഴ്സിൽ ആരൊക്കെയാണ് റോഡ് യൂസേഴ്സ് ആയിട്ട് വരിക? ഡ്രൈവേഴ്സ് വരും, പെഡസ്ട്രിയൻസ് വരും, ബൈസൈക്ലിസ്റ്റ് വരും, അതുപോലെ പാസഞ്ചേഴ്സ് വരും. ഓക്കെ, ഇനി വെഹിക്കിൾസ്, അതുപോലെ സ്ട്രീറ്റ്സ് ആൻഡ് ഹൈവേസ്, ട്രാഫിക് കൺട്രോൾ ഡിവൈസസ്, ദ ജനറൽ എൻവയോൺമെൻറ്റ്. റോഡ് യൂസേഴ്സിന് കാര്യമായിട്ടുള്ള എക്സ്പ്ലനേഷനൊന്നും വേണ്ട, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ അറിയാം. ഡ്രൈവേഴ്സ്, പെഡസ്ട്രിയൻസ് എക്സെട്ര. വെഹിക്കിൾസിനും എക്സ്പ്ലനേഷനൊന്നും വേണ്ട. നമ്മൾ റോഡിലൂടെ പാസ് ചെയ്ത് പോകുന്ന വെഹിക്കിൾസ് എല്ലാം ഈ ഒരു ട്രാഫിക് സിസ്റ്റത്തിൻ്റെ കമ്പോണൻ്റ് ആണെന്ന് പറയാം. സ്ട്രീറ്റ്സ് ആൻഡ് ഹൈവേസ്, അതായത് ട്രാൻസ്പോർട്ടേഷൻ്റെ മെയിനായിട്ടുള്ള കമ്പോണൻസിൽ ഒന്ന് സ്ട്രീറ്റും ഹൈവേ, പല ഭാഗങ്ങളിലായിട്ട് കാണുന്ന സ്ട്രീറ്റ്സ്, അതുപോലെ നമ്മൾ പാസ് ചെയ്ത് പോകുന്ന സ്റ്റേറ്റ് ഹൈവേ, നാഷണൽ ഹൈവേ, ഇതെല്ലാം എന്താണ്? ഈ ഒരു ട്രാഫിക് സിസ്റ്റം കമ്പോണൻസിൻ്റെ ഭാഗങ്ങളാണ്. നെക്സ്റ്റ് വൺ ഈസ് ട്രാഫിക് കൺട്രോൾ ഡിവൈസസ്. ട്രാഫിക് കൺട്രോൾ ഡിവൈസസ് എന്ന് പറയുമ്പോൾ സിഗ്നൽ, അതുപോലെ സൈൻ ബോർഡ്, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഡിവൈസസ് എന്ന് പറഞ്ഞെങ്കിലും ട്രാഫിക് കൺട്രോളിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തും ഈ ഇതിൽ വരുന്ന കമ്പോണൻസ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ദ ജനറൽ എൻവയോൺമെൻറ്റ്. അടുത്തത് ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. മെയിനായിട്ട് ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റോഡ് യൂസർ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ വെഹിക്കുലാർ ക്യാരക്ടറിസ്റ്റിക്സും. ഇതിൽ നമുക്ക് റോഡ് യൂസർ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം.
റോഡ് യൂസർ ക്യാരക്ടറിസ്റ്റിക്സിനെ തന്നെ മെയിനായിട്ട് 4 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഫിസിക്കൽ, മെൻ്റൽ, സൈക്കോളജിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ. ഫിസിക്കലിൽ വരുന്നത് പെർമനൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതുപോലെ ടെമ്പററി ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. പെർമനൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സിൽ വിഷൻ, ഹിയറിംഗ്, റിയാക്ഷൻ ടൈം. അതായത് റോഡ് യൂസ് ചെയ്യുന്ന ഒരാൾ, ഡ്രൈവർ ആയിക്കോട്ടെ പാസഞ്ചർ ആയിക്കോട്ടെ, ആ ആളുടെ വിഷൻ, അതുപോലെ ഹിയറിംഗ് കപ്പാസിറ്റി, അതുപോലെ ഡ്രൈവറുടെ കേസിൽ റിയാക്ഷൻ ടൈം. നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ടാവും, ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലൊക്കെ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും റിയാക്ഷൻ ടൈമിനെ കുറിച്ച്. ആ റിയാക്ഷൻ ടൈം. നെക്സ്റ്റ് വൺ ഈസ് ടെമ്പററി ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ആൽക്കഹോൾ, ഡ്രഗ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് ഈ യൂസർ റോഡിലൂടെ പാസ് ചെയ്ത് പോകുന്നതെങ്കിൽ അത് ടെമ്പററി ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ദ മെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതിൽ നോളജ്, സ്കിൽ, എക്സ്പീരിയൻസ്, ഇൻ്റലിജൻസ് ആൻഡ് ലിറ്ററസി. ലിറ്ററസി എങ്ങനെയാണ് ബാധിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സൈൻ ബോർഡ്, ആ ബോർഡ് അതുപോലെ എഴുതിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വായിക്കണം എന്നുണ്ടെങ്കിൽ ലിറ്ററസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അറിയാവുന്ന ഒരാൾക്കാണ് നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നോളജ്, പിന്നെ ഈ ഒരു ഡ്രൈവിങ്ങിൻ്റെ മേഖലയിലുള്ള സ്കില്ല് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്. ഇനി അല്ലാത്ത യൂസർ ആണെങ്കിൽ, പാസഞ്ചറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏത് സൈഡിലൂടെ നമ്മൾ യാത്ര ചെയ്യണം, എങ്ങനെ വേണം റോഡ് ക്രോസ് ചെയ്യാൻ, അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതിൽ അറ്റൻറ്റീവ്നെസ്, ഫിയർ, ആങ്കർ, സൂപ്പർ പൊസിഷൻ. ഒരാൾ റോഡ് യൂസ് ചെയ്യുമ്പോൾ വെഹിക്കിളിൽ പാസ് ചെയ്ത് പോകുന്ന ഡ്രൈവർ ആണെങ്കിൽ അയാൾക്ക് ദേഷ്യം, അതുപോലെ പേടി പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അയാളുടെ ഡ്രൈവിങ്ങിൽ അത് ബാധിക്കും. അതുപോലെ പാസ് ചെയ്ത് പോകുന്ന പാസഞ്ചറാണ്, പെഡസ്ട്രിയൻ ആണെന്നുണ്ടെങ്കിൽ ആൾക്കും ഇതുപോലെ പേടി, ദേഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മുടെ ട്രാഫിക്കിലുണ്ടാകുന്ന പ്രോബ്ലംസിനെ അത് ബാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് ദ എൻവയോൺമെൻറ്റൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതിൽ ട്രാഫിക് സ്ട്രീം ഫെസിലിറ്റീസ്, അറ്റ്മോസ്ഫിയർ, ലൊക്കാലിറ്റി എല്ലാം എന്താണ് എൻവയോൺമെൻറ്റൽ ക്യാരക്ടറിസ്റ്റിൽ വരുന്നതാണ്. ഇനി റോഡ് യൂസർ ക്യാരക്ടറിസ്റ്റിൽ ഫിസിയോളജിക്കൽ, അതായത് മെഷറബിൾ ആൻഡ് യൂഷ്വലി ക്വാണ്ടിഫയബിൾ. ഫിസിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എപ്പോഴും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, അതുപോലെ യൂഷ്വലി ക്വാണ്ടിഫയബിൾ ആണ്. ഇനി സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിസൈഡ് സ്പീഡ്, ഡിസൈഡ് സേഫ്റ്റി ഡിസ്റ്റൻസ്, ഓക്കെ, പെർസെപ്ഷൻ, റിയാക്ഷൻ ടൈം, വിഷ്വൽ ഫാക്ടേഴ്സ്, ഹിയറിംഗ്. ഇതെല്ലാം എന്താണ് ഫിസിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഡിസൈഡ് സ്പീഡ്, ഡിസൈഡ് സേഫ്റ്റി ഡിസ്റ്റൻസ് ഇതെല്ലാം വരും. അതൊക്കെ സൈക്കോളജിക്കലി കൺട്രോൾ ചെയ്യുന്നതാണ്. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മെഷർ ചെയ്യാനോ കഴിയില്ല. ഫിസിയോളജിക്കലിൽ പെർസെപ്ഷൻ, റിയാക്ഷൻ ടൈം, അതുപോലെ വിഷ്വൽ ഫാക്ടേഴ്സ്, ഹിയറിങ്, ഇതെല്ലാം ഒരാളുടെ കാഴ്ചയൊക്കെ നമുക്ക് മെഷർ ചെയ്യാം. ഓക്കെ, the traffic engineer must deal with elderly drivers as well as 18-year-old aggressive drivers and timid drivers and drivers subjected to myriad distractions both inside and outside their vehicles. നെക്സ്റ്റ് വരുന്നത് വിഷ്വൽ അക്യൂറ്റി ഫാക്ടേഴ്സ്. അതായത് ഫീൽഡ് ഓഫ് വിഷൻ. The most important characteristics of a driver is their ability to see. അതായത് ഒരു റോഡ് യൂസ് ചെയ്യുന്ന ഡ്രൈവർക്ക് എപ്പോഴും അയാളുടെ മുന്നിലുള്ള കാര്യങ്ങൾ കാണാൻ കഴിയണം. അത് കുറച്ച് ഈ ഒരു മങ്ങിയ കാഴ്ചയോ അല്ലെങ്കിൽ കാഴ്ചക്കുറവോ ഉള്ള ആളുകളൊന്നും സത്യത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പാസ് ചെയ്ത് പോകുന്ന ആളുകൾക്കും അതുപോലെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്കും ഈ ഒരു ഡ്രൈവർക്കും ഉണ്ടാവും എപ്പോഴും. ഓക്കെ, ട്രാഫിക് സൈൻസ്, ലൊക്കേഷൻസ്, ഹൈറ്റ്, ഷേപ്സ്, കളേഴ്സ് ഇതൊന്നും ആൾക്ക് ക്ലിയറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരരുത്, അതാണ് പറയുന്നത്. ശരിക്ക് ആ സ്പീഡ് ഇൻക്രീസസ്, ഈ ഒരു കാഴ്ചയും കുറയും. ഓക്കെ,
നെക്സ്റ്റ് വൺ ഈസ് ദ PRT ഓർ PIEV തിയറി. ഇത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. പെർസെപ്ഷൻ റിയാക്ഷൻ ടൈം. ഓക്കെ, ദ സെക്കൻഡ് ക്രിട്ടിക്കൽ ഡ്രൈവർ ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് പെർസെപ്ഷൻ റിയാക്ഷൻ ടൈം, PRT. Detection. In this phase, an object or condition of concern enters the driver's field of vision and the driver becomes consciously aware that something requiring a response is present. അതായത് പെർസെപ്ഷൻ നമുക്ക് പറയാം. ഒരു മുന്നിലൊരു ഒബ്ജക്റ്റ്, ഈ ഒരു ഡ്രൈവർ പാസ് ചെയ്ത് പോകുന്ന, വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രൈവർ മുന്നിലൊരു ഒബ്ജക്റ്റ് കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒന്നുകിൽ വണ്ടി സൈഡിലേക്ക് ഒന്നുകിൽ നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്ത് പോകേണ്ടി വരും, ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇയാൾ അവെയർ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു കോൺഷ്യസ് മൈൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്, അഥവാ പെർസെപ്ഷൻ എന്ന് പറയുന്നത്, വിഷൻ അവയർനെസ്. Next one is the identification. In this phase, the driver acquires sufficient information concerning the object or condition to allow the consideration of an appropriate response. Okay, അതായത് എന്താണ് ആ ഒബ്ജക്റ്റ്, എങ്ങനെയാണ് അതിനെ നമ്മൾ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഡ്രൈവറുടെ മൈൻഡിൽ വരുന്ന ആ ഒരു ഫേസാണ് ഇത് സെക്കൻഡ് ഫേസ്, ഇൻ്റലക്ഷൻ എന്ന് പറയുന്നത്. PIEV തിയറിയിലെ പിയും ഐയും ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് വൺ ഇസ് ദ ഡിസിഷൻ. വൺസ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ഓർ കണ്ടീഷൻ ഈസ് സഫിഷ്യൻ്റ്ലി കംപ്ലീറ്റഡ്, ദ ഡ്രൈവർ മസ്റ്റ് അനലൈസ് ദ ഇൻഫർമേഷൻ ആൻഡ് മേക്ക് എ ഡിസിഷൻ അബൌട്ട് ഹൗ ടു റെസ്പോൺസ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് കണ്ടു, അത് ഇന്നതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അതിനുശേഷം എന്താണ് ഇനി ചെയ്യേണ്ടത്, ബ്രേക്ക് അപ്ലൈ ചെയ്യണോ അതോ ഓവർടേക്ക് ചെയ്യണോ, എന്താണ് വേണ്ടത് എന്നുള്ളത് ഇയാളുടെ മൈൻഡിൽ ഡ്രൈവർ ഒരു ഡിസിഷൻ എടുക്കുന്ന ആ ഒരു ഫേസാണ് തേർഡ് ഫേസ്. നെക്സ്റ്റ് വൺ ഈസ് ദ റെസ്പോൺസ്. ആഫ്റ്റർ എ ഡെസിഷൻ ഹാസ് ബീൻ റീച്ച്ഡ്, ദ റെസ്പോൺസ് ഈസ് നൗ ഫിസിക്കലി ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഡ്രൈവർ. ഇപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ ഫിസിക്കലായിട്ട് ആ ബ്രേക്ക് അവിടെ അപ്ലൈ ചെയ്തു. ആ ഒരു ഫേസാണ് ഫോർത്ത് ഫേസ്, റെസ്പോൺസ് എന്ന് പറയുന്ന ഫേസ്, അതായത് വോളിഷൻ എന്നും പറയാം. ഓക്കെ, അടുത്തത് ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സിൽ റോഡ് യൂസർ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്ന് പറഞ്ഞു, വെഹിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്ന് പറഞ്ഞു. വെഹിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. അതിന് നമുക്ക് ഡൈനാമിക്, സ്റ്റാറ്റിക് എന്നിങ്ങനെ രണ്ടാക്കി തിരിക്കാം. സ്റ്റാറ്റിക്കിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. ഡയമെൻഷൻ, വെയ്റ്റ്, മാക്സിമം ടേണിംഗ് റേഡിയസ്, ഇതൊക്കെയാണ് വെഹിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ സ്റ്റാറ്റിക് പോർഷനിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്. അതിൽ സ്പീഡ്, ആക്സിലറേഷൻ, ബ്രേക്കിംഗ് സിസ്റ്റം, ലൈറ്റിംഗ് സിസ്റ്റം, വെഹിക്കിൾ ഡിസൈൻ, അതുപോലെ ടയർ, ഇതെല്ലാമാണ് നമ്മുടെ വെഹിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഡൈനാമിക് പോർഷനിൽ വരുന്നത്. എന്തൊക്കെയാണ് വെഹിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതെന്ന് നോക്കാം. ബ്രേക്കിംഗ് ആൻഡ് ഡീസിലറേഷൻ, അത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത്, ഡീസിലറേഷൻ അല്ല. അതുപോലെ ആക്സിലറേഷൻ, ലോ സ്പീഡ് ടേണിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്, ഹൈ സ്പീഡ് ടേണിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്, സൈസ്, അതിൽ ഹൈറ്റ്, വിഡ്ത്ത്, ലെങ്ത് എല്ലാം വരും. പിന്നെ വെയ്റ്റ്, സൈഡ് ഡിസ്റ്റൻസ്, സൂപ്പർ എലിവേഷൻ, കർവ്സ്, കപ്പാസിറ്റി, ഇതെല്ലാം വെഹിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ നിങ്ങളിത് ഓർത്ത് ഇരിക്കുക, എന്തൊക്കെയാണ് വെഹിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നിങ്ങൾ ഓർക്കുക. ഇനി ഹൈ സ്പീഡ് ടേണിംഗ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഒരു ഇക്വേഷൻ ഇവിടെ പറയുന്നുണ്ട്. R is equal to S²/127.14 into 0.01 E plus F. ഓക്കെ, അതിൽ എസ് എന്താണ്, എസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. S is equal to √127.14 R into 0.01 E plus F. ഇതിൽ എസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ അവർ, ആർ എന്ന് പറയുന്നത് കർവ് റേഡിയസ് ഇൻ മീറ്റർ, ഇ ഈസ് ദ സൂപ്പർ എലിവേഷൻ റേറ്റ് ഇൻ പെർസെൻറ്റേജ്, എഫ് ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് സൈഡ് ഫ്രിക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ റോഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അതിൽ ഫ്രിക്ഷനിൽ സ്കിഡിങ് വരും, അതുപോലെ സ്ലിപ്പിങ്ങും വരും. നെക്സ്റ്റ് വൺ ഈസ് ദ അൺഈവൻനെസ്, പിന്നെ ലൈറ്റ് റിഫ്ലക്റ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്.
സ്കിഡിങ് എന്താണെന്ന് നോക്കാം. വെഹിക്കിൾ സ്ലൈഡ് വിത്തൗട്ട് റിവോൾവിങ്, അതായത് ടയർ റിവോൾവ് ചെയ്യാതെ സ്കിഡ് ചെയ്യുന്നതിന്, വെഹിക്കിൾ മുന്നോട്ട് പോകുന്ന സ്ലൈഡ് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ സ്കിഡിങ് എന്ന് പറയുക. സ്ലിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീൽ റിവോൾവ്സ് മോർ ദാൻ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസ്റ്റൻസ് എലോങ് ദ റോഡ്. അതായത് ഒരു ഏരിയയിൽ നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ ഇപ്പോൾ കുറച്ച് ഫ്രിക്ഷൻ കുറഞ്ഞ ഏരിയ, ഈ മഴയൊക്കെ പെയ്തിട്ട് ചെളിയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു നന്നായിട്ട് മഡൊക്കെ ഉള്ള ആ ഒരു സ്ഥലമാണെങ്കിൽ ടയർ ഇങ്ങനെ കിടന്ന് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കും തോറും ടയർ ഇങ്ങനെ ഓവറായിട്ട് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അവിടെ ലോഞ്ചിറ്റ്യൂഡൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ഈ ഒരു ടയർ അവിടുന്ന് ഫ്രിക്ഷൻ ഇല്ലാത്തത് കൊണ്ട് അതിന് പാസ് ചെയ്ത് പോകാൻ പറ്റാതെ ടയർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ സ്ലിപ്പിംഗ് എന്ന് പറയുന്നത്. സ്കിഡിങ് ആണെങ്കിൽ ടയർ മൂവ് ചെയ്യാതെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസ്റ്റൻസ്, അതായത് നമ്മൾ സ്ലിപ്പായി പോവുക, തെന്നിപ്പോകുന്ന ആ ഒരു സിറ്റുവേഷനാണ് സ്കിഡിങ്ങിൽ വരുന്നത്. ഓക്കെ, ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്, ഈ ഒരു ഫ്രിക്ഷൻ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ്, റഫ്നെസ് ഓഫ് സർഫസ്, ഡ്രൈ വെറ്റ് സ്മൂത്ത് പേയ്മെൻറ്റ് കണ്ടീഷൻ, കണ്ടീഷൻസ് ഓഫ് ടയേഴ്സ്, സ്പീഡ് ഓഫ് വെഹിക്കിൾസ് ആൻഡ് ബ്രേക്ക് എഫിഷ്യൻസി. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി എന്താണ് ഈ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റോഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഈ ക്ലാസ് എല്ലാം നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അതുപോലെ തന്നെ വളരെ പഠിക്കാൻ എളുപ്പമുള്ള, നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളിനെ മൈൻഡിൽ വരുത്തിക്കൊണ്ട് നിങ്ങൾക്കിത് പഠിക്കാൻ എളുപ്പമുള്ള ഒരു പോർഷനാണ് ഈ ഒരു ട്രാഫിക് എൻജിനീയറിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇതൊരു ഇൻട്രൊഡക്ഷനാണ്, സത്യത്തിൽ ട്രാഫിക് എൻജിനീയറിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. നമ്മൾ ഇത്രയും നാൾ പഠിച്ചതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് സൈൻ ബോർഡ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ക്ലിയറായിട്ട് വീഡിയോ മുഴുവൻ കണ്ട് ക്ലിയറായിട്ട് നിങ്ങളിത് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഹാവ് എ നൈസ് ഡേ.